ശങ്കരനാരായണ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ഭാഗ്യശാലികളായ കുട്ടികൾ ജനിക്കുന്ന ദിവസം ഏതാണെന്ന്. അതായത് തിങ്കൾ, ചൊവ്വ അങ്ങനെ ദിവസങ്ങളുണ്ടല്ലോ. അങ്ങനെ ഞായറാഴ്ച വരെയുള്ള ദിവസങ്ങളുണ്ട്. ഇതിൽ ഏത് ദിവസമാണോ നമ്മുടെ കുട്ടി ജനിച്ചത് അപ്പോൾ ആ ജനിക്കുന്നത് മൂലമുള്ള ഫലങ്ങൾ, അതിൽ ഭാഗ്യങ്ങളുണ്ടാവാം. എല്ലാ കുട്ടികളും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. എന്നാലും നമ്മുടെ കുട്ടി ഏത് ദിവസമാണോ ജനിച്ചത് എന്ന് നമുക്ക് ഏത് ദിവസത്തിലാണോ ജനിച്ചത് ആ ദിവസത്തെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ തിങ്കളാഴ്ച ദിവസമാണ് നമ്മൾ ജനിച്ചതെങ്കിൽ, നമ്മുടെ കുഞ്ഞ് ജനിച്ചതെങ്കിൽ, നമ്മളായാലോ നമ്മുടെ കുട്ടിയായാലോ ജനിച്ചതെങ്കിൽ അവർക്കുള്ള ഫലം എന്ന് പറയുന്നത് അവരുടെ മനസ്സെപ്പോഴും വളരെ ചഞ്ചല ഹൃദയരായിരിക്കും. ഒരു കാര്യത്തിലും അവർ ഉറച്ചു നിൽക്കില്ല. അവരെപ്പോഴും ഒരു കാര്യം ചെയ്യാമെന്ന് ഉദ്ദേശിക്കും, അവർ മറ്റൊരു കാര്യത്തിലോട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മറ്റൊരു കാര്യത്തിലോട്ട് ചാടും. അങ്ങനെ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാത്ത ഒരു സ്വഭാവം അവരിലുണ്ടാവും. പക്ഷെ നല്ല ഓർമ്മശക്തിയുള്ളവരും നല്ല കഴിവുള്ളവരുമായ കുട്ടികളൊക്കെ ആയിരിക്കും. പക്ഷേ അതുപോലെ തന്നെ അവർ നല്ല എളിമയുള്ളവരായിരിക്കും. മറ്റുള്ളവരെ, അതായത് മുതിർന്നവരെയൊക്കെ നല്ലതായിട്ട് ബഹുമാനിക്കുകയും അവർ പറയുന്നതൊക്കെ അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അവരിലൂടെ ധനഭാഗ്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. ഒരു സമൂഹത്തിൽ തന്നെ നല്ല ഉയർന്ന നിലയിൽ ജീവിക്കാനൊക്കെയുള്ള ഭാഗ്യമൊക്കെ അവരെ തേടിയെത്തുന്നതായിരിക്കും. ഇതാണ് തിങ്കളാഴ്ച ദിവസം ജനിച്ചാലുള്ള ഫലം എന്ന് പറയുന്നത്. ഇനി ചൊവ്വാഴ്ച ദിവസം ജനിച്ചാലുള്ള ഫലത്തിലോട്ട് പോവാം. ഈ ചൊവ്വാഴ്ച ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയുടെ അധിപതി മുരുകനാണ്. അപ്പം മുരുകൻ്റെ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായിരിക്കും ചൊവ്വാഴ്ചകളിൽ ജനിച്ചാൽ നമുക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അതായത് എതിരാളികളെ തോൽപ്പിക്കാൻ നല്ല മിടുക്കന്മാരായിരിക്കും. എത്ര വലിയ ശത്രുക്കൾ അവർക്കുണ്ടെങ്കിലും അവരെ തോൽപ്പിക്കാൻ അവർക്ക് സാധിക്കും. അത് ധൈര്യശാലികളായിരിക്കും അവർ എന്ന് പറയാം. അതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിൽ അവരെ കഴിഞ്ഞ് മറ്റൊരാളുണ്ടാവില്ല. അതുപോലെ ഒരാൾക്കൊരു വാക്ക് കൊടുക്കുകയാണെങ്കിൽ അതവർ ഉറപ്പായിട്ടും പാലിച്ചിരിക്കും. അതുപോലെ കുടുംബസ്നേഹികളായിരിക്കും. അതാണ് ചൊവ്വാഴ്ച ദിവസം ജനിച്ചാലുള്ള ഫലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബുധനാഴ്ച ദിവസം ജനിക്കുന്ന കുട്ടികളുടെ ഫലം എന്ന് പറയുന്നത് അവർ ഗണപതി ഭഗവാന്റെ അനുഗ്രഹമുള്ള കുഞ്ഞുങ്ങളായിരിക്കും. അതായത് ഭയങ്കര ഈശ്വര വിശ്വാസികളായിരിക്കും. അതുപോലെ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും. വിദ്യാവിജയം, അവരിലെ വിദ്യാഭ്യാസത്തിൽ അവർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടി ഉന്നത നിലയിലെത്താൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരിലെ കപടത, അതായത് കള്ളത്തരങ്ങൾ, അതുപോലെ മറ്റുള്ളവരെ ചതിക്കുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇവർ ആരെയും തന്നെ ചതിക്കില്ല. അത് ചതിക്കാനോ വഞ്ചിക്കാനോ ഒന്നും ഇവർക്ക് സാധിക്കില്ല. അത്ര വളരെ നിഷ്കളങ്കരായ ആളുകളായിരിക്കും ബുധനാഴ്ച ജനിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. ഇനി വ്യാഴാഴ്ച ജനിക്കുന്ന കുഞ്ഞുങ്ങൾ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം അങ്ങേയറ്റമുള്ളവരായിരിക്കും. ജീവിതത്തിൽ നല്ല ഒരു ഭാവി ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഇവർ എത്ര ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചാലും അവരുടെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ ആ കുടുംബം ഉയരങ്ങളിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവരുടെ പഠിത്ത കാര്യത്തിൽ ഒരു ഗുരുക്കന്മാരെ പോലെ, അതായത് എത്ര വിദ്യാഭ്യാസം അല്പം കുറവാണെങ്കിലും മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നൊരു ആഗ്രഹം ഇവരിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുക്കന്മാരൊക്കെ ആകാൻ സാധിക്കുന്നതായിരിക്കും ഇവർക്ക്. അതായത് മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അവരെ നേർവഴിക്ക് നയിച്ചുകൊണ്ട് പോരാൻ ഇവർ പരമാവധി ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. അതായത് വ്യാഴം എന്ന് പറയുന്നത് ഗുരുവാണ്. ഗുരുവിൻ്റെ ബൃഹസ്പതിയാണല്ലോ. ആ ബൃഹസ്പതിയുടെ ഒരു അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഗുരുക്കന്മാരാകാൻ ഇവർക്ക് യോഗം കൂടുതലാണ് എന്ന് പറയാൻ കാരണം. അതുപോലെ വെള്ളിയാഴ്ച ജനിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നല്ല സൗന്ദര്യമുള്ളവരാണ്. അതുപോലെ തന്നെ ഇവരെത്ര ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ചാലും ആ കുടുംബം വളരെയധികം പെട്ടെന്ന് തന്നെ ഉയരങ്ങളിലെത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ മാതാപിതാക്കൾക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ ഇവരിലൂടെ കൊണ്ടുവരുന്നതായിട്ട് കാണാം. അതായത് വെള്ളിയാഴ്ച ദിവസം ഒരു കുഞ്ഞ് നമ്മുടെ കുടുംബത്തിൽ ജനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണായാലും പെണ്ണായാലും അത് ലക്ഷ്മി സാന്നിധ്യം അവരിൽ കൂടുതലാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടുതലുള്ള കുട്ടികളാണ്. അവർ ഏത് വീട്ടിൽ ജനിക്കുന്നോ അത് ആ വീടിൻ്റെ തന്നെ വലിയ അനുഗ്രഹമെന്ന് തന്നെ പറയാം. അതുപോലെ എത്ര തന്നെ അവർക്ക് ദുഃഖങ്ങൾ അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അവർ അതൊന്നും വകവയ്ക്കാതെ അവർ
എപ്പോഴും ഹാപ്പി ആയിട്ടാണ് അവർ കാണുന്നത്. അതുപോലെ തന്നെ ശനിയാഴ്ച ജനിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹമുള്ളവരൊക്കെയാണ്. പക്ഷെ അവർ അല്പം അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡുണ്ട്. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞിട്ട് അത് ഇന്ന രീതിയിൽ നീ ജീവിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ആ രീതിയിലോട്ടൊന്നും വന്നെന്ന് വരത്തില്ല. അവർക്ക് അവരുടേതായ ഒരു ലെവലിൽ പോകാനായിരിക്കും ഇഷ്ടം. പിന്നെ അതുപോലെ വളരെ കർക്കശക്കാരായിരിക്കും. അതായത് അവർക്ക് പറയാമല്ലോ, ഒരു കർക്കശ സ്വഭാവമായിരിക്കും. പുറത്തുനിന്ന് നോക്കുക എങ്കിൽ വളരെ പാവങ്ങളാണ്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അവർ ഇച്ചിരി കർക്കശക്കാരായിട്ടാണ് തോന്നുന്നത്. വളരെ സ്ട്രിക്റ്റായിട്ടോ കർക്കശക്കാരൊക്കെ ആയിട്ടാണ് തോന്നാറുള്ളത്. പിന്നെ അവർ കഠിനാധ്വാനികളാണ്. അവരുടെ ആ കഠിനാധ്വാനം കൊണ്ട് തന്നെ അവർ ജീവിതത്തിൽ വിജയത്തിലെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ശനിയാഴ്ച ജനിക്കുന്നത് കൊണ്ട് തന്നെ ശനിദേവൻ്റെ അനുഗ്രഹം ഇവർക്ക് വളരെയധികം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശനിദശയിലുള്ള അവരുടെ വലിയ ദോഷങ്ങൾ കാര്യങ്ങളൊന്നും അവർക്ക് ഏറ്റില്ല. ശനിദേവൻ്റെ ജനന സമയത്ത് തന്നെ അവർ ശനിയാഴ്ച ജനിക്കുന്നത് കൊണ്ട് ശനിദേവൻ്റെ സപ്പോർട്ട് അവർക്ക് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഞായറാഴ്ച ദിവസം ജനിക്കുന്ന കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ സൂര്യദേവൻ്റെ അനുഗ്രഹം കൂടുതലായിട്ടുള്ളവരാണ്. ഇവർ എപ്പോഴും നല്ല ഊർജ്ജസ്വലരാണ്. അതായത് നല്ല എനർജറ്റിക് ആയിട്ട് കാണുന്നുണ്ട് അവർ. അതുപോലെ ഇവർ ഇച്ചിരി മുൻകോപം കൂടുതലായിരിക്കും. അത് സൂര്യദേവൻ ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇപ്പോൾ അല്പം മുൻകോപം കൂടുതലുള്ളവരായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവർ കുടുംബത്തിൽ ജനിക്കുന്നതിലൂടെ വളരെയധികം ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കുടുംബത്തിലുണ്ടാകുന്നതായിരിക്കും. അതുപോലെ യാത്ര ചെയ്യാൻ ഇവർക്ക് എത്ര പണം മുടക്കുന്നതിന് യാതൊരു മടിയും ഉണ്ടാവില്ല. യാത്ര പ്രിയരായിരിക്കും. അതുപോലെ ഇവർ ജനിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ജനിക്കുന്നത് കുടുംബത്തിൻ്റെ ഭാഗ്യമെന്ന് തന്നെ പറയാം.